ഓർക്കുക, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ IVF എന്ന് പറയുന്ന പ്രോസസ്സ് ഒരുപാട് ആങ്സൈറ്റിയും അതുപോലെ തന്നെ ടെൻഷനും നിറഞ്ഞതാണ്. ഒരു പ്രാവശ്യം കൺസീവ് ആയെന്ന് ഒരു ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ എല്ലാം നോർമലായി എന്നാണ് എല്ലാവരും സാധാരണയായി വിചാരിക്കുന്നത്. ഇൻഫാക്റ്റ് ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് β-HCG റിപ്പോർട്ട് വരുന്നത് വരെ ഏകദേശം ഒരു 12-14 ദിവസം ഒരുപാട് ആങ്ഷ്യസ് പീരീഡ് ആയിരിക്കും ഏതൊരു കപ്പിൾസിനും. അതുകൊണ്ട് തന്നെ β-HCG ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ക്ഷമ കാണില്ല. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് തന്നെ മിക്ക ആളുകളും ചെയ്തു നോക്കാറുണ്ട്. നമ്മുടെ തന്നെ ചാനലിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ച കാര്യമാണിത്. സോ 2 ലൈൻ വന്നാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, കൺഗ്രാജുലേഷൻസ്. ഇനിയും 1 ലൈൻ വന്നാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകേണ്ടതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 2 ലൈൻ വന്നാലും ഏതൊരു IVF ക്ലിനിക്കിലെ ഡോക്ടേഴ്സും ഡെഫിനറ്റ്ലി β-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ β-HCG, ബീറ്റ ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ പ്ലാസൻ്റയിൽ നിന്നും പ്രൊഡ്യൂസ് ആകുന്ന ഒരു ഹോർമോൺ ആണ്. ഈ ടെസ്റ്റിൽ പ്രഗ്നൻസിയുടെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ അറിയാൻ പറ്റും. ഒരുപാട് ക്ലിനിക്സ് ആദ്യം വാല്യൂ നോക്കിയിട്ട് 72 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും റീടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്. കാരണം നോർമലി HCG ലെവൽ 48 തൊട്ട് 72 മണിക്കൂറിൽ ഡബിൾ ആകാറുണ്ട്. അങ്ങനെ ഡബിൾ ആകുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാനാണ് β-HCG ടെസ്റ്റ് പിന്നെയും ചെയ്യാൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 150 ആണെന്ന് കരുതിക്കോ. 72 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ഒരു 300 അല്ലെങ്കിൽ 400 അതിൻ്റെയൊക്കെ അടുത്ത് എത്തിയിരിക്കും. ഇറ്റ് ഷുഡ് കീപ്പ് ഓൺ ഡബ്ലിംഗ് ഫോർ എ ഹെൽത്തി പ്രഗ്നൻസി. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നോർമലി IVF പ്രഗ്നൻസിയിൽ ഫസ്റ്റ് അൾട്രാസൗണ്ട് β-HCG ടെസ്റ്റ് പോസിറ്റീവ് ആയി കഴിഞ്ഞ് ഏകദേശം ഒരു 10 തൊട്ട് 12 ദിവസം കഴിഞ്ഞാണ് ചെയ്യാറുള്ളത്. അപ്പോഴേക്കും ഒരു അപ്രോക്സിമേറ്റ്ലി 5 വീക്സ് ഓഫ് പ്രഗ്നൻസി ആയി കാണും. ഇനിയും കുറച്ച് പ്രാക്ടിക്കൽ പോയിന്റ്സ് പറയാം. ഈ അൾട്രാസൗണ്ട് വജൈന ത്രൂ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലി ആണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഫോളിക്കൽ സ്റ്റഡി ചെയ്യുമ്പോഴും ഇൻറ്റേർണൽ തന്നെയാണ് ചെയ്യാറ്. സോ നിങ്ങൾ എല്ലാവരും IVF ചെയ്യുന്ന ഓരോരുത്തരും ഇതിന് യൂസ്ഡ് ആയിരിക്കുമല്ലോ. ഈ ഒരു ഇൻറ്റേർണൽ അൾട്രാസൗണ്ട് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി സേഫ് ആണ്. അതിനൊട്ടും ടെൻഷൻ ആവേണ്ട കാര്യമേ ഇല്ല. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? IVFൽ സാധാരണയായി 1 അല്ലെങ്കിൽ 2 എംബ്രിയോസ് ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത്. അതിൻ്റെ അർത്ഥം ഇതല്ല 2 എംബ്രിയോസും ഇംപ്ലാന്റ് ആകുമെന്ന്. ചിലപ്പോൾ 2 എംബ്രിയോ ഒരുമിച്ച് ഇംപ്ലാന്റ് ആകും, അപ്പോഴാണ് ട്വിൻസ് ആകുന്നത്. ചിലപ്പോൾ 2 എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തെങ്കിലും അതിൽ നിന്ന് 1 മാത്രമേ ഇംപ്ലാന്റ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പ്രഗ്നൻസി ആയിരിക്കും. ചിലപ്പോൾ അപ്രോക്സിമേറ്റ്ലി 50 തൊട്ട് 60% കേസസിൽ 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ പോലും പ്രഗ്നൻസി ആകാറില്ല. ഇതാണ് ശരിക്കും IVFൻ്റെ സ്റ്റാൻഡേർഡ് റൂൾ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ 3 കാര്യമാണ് മെയിൻലി നോക്കുന്നത്. ഏറ്റവും ആദ്യം ഇംപ്ലാന്റേഷൻ യൂട്രസിൻ്റെ അകത്താണോ ആയെന്ന് ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി ഇൻട്രാ യൂട്രൈൻ പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമതായി 2 എംബ്രിയോസ് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും യൂട്രസിൻ്റെ അകത്ത് ഇംപ്ലാന്റ് ആയോ എന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിംഗിൾ പ്രഗ്നൻസി ആണോ അതോ ട്വിൻ പ്രഗ്നൻസി ആണോ എന്ന് കൺഫേം ചെയ്യും. മൂന്നാമതായി എന്തെങ്കിലും എക്ടോപിക്സ് ഉണ്ടോ എന്ന് നോക്കും. എന്ന് പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസി ഒക്കെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തും. കാരണം ട്യൂബൽ പ്രഗ്നൻസി ഒരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ്. പിന്നെ എപ്പോഴും ആദ്യത്തെ അൾട്രാസൗണ്ടിൽ ഓവറീസ് നോക്കും. എന്തെങ്കിലും സിസ്റ്റ് ഫോർമേഷൻ ഓവറീസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്തെങ്കിലും സിസ്റ്റ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പ്രഗ്നൻസിക്ക് കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കി കൺഫേം ചെയ്യും. ഇതിൻ്റെ എല്ലാം കൂടെ യൂട്രസിലുള്ള പ്രഗ്നൻസിയിൽ ഒരു സ്ട്രക്ചർ നോക്കും. ആദ്യത്തെ സ്കാനിങ്ങിൽ യോഗ് സാക്ക് എന്ന് പറയും. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫൈൻഡിങ് ആണ്. ഇൻഫാക്റ്റ് ഒരു ഹെൽത്തി പ്രഗ്നൻസിയുടെ ഏറ്റവും ഫസ്റ്റ് സൈൻ ഇത് തന്നെയാണ്, പ്രസൻസ് ഓഫ് എ യോഗ് സാക്ക്. ഇതിൻ്റെ കൂടെ ഒരു വേർഡ് മെൻഷൻ ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ ഡെസിഡ്യുവൽ റിയാക്ഷൻ. ഡെസിഡ്യുവൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഇംപ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിലുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ എത്ര സ്ട്രോങ്ലി ആണ് ആ പ്രഗ്നൻസി അകത്ത് ഇംപ്ലാന്റ് ആയെന്ന്. ഈ എല്ലാ കാര്യവും IVF കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് അൾട്രാസൗണ്ടിലാണ് നോക്കാറുള്ളത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് ഈ ആദ്യത്തെ അൾട്രാസൗണ്ടിൽ ഹേർട്ട് ബീറ്റ്സ് കിട്ടുമോ എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അപ്രോക്സിമേറ്റ്ലി 5 വീക്സിൻ്റെ ആ സമയത്താണ് ഫസ്റ്റ് അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അതിൽ ഹേർട്ട് ബീറ്റ് കാണാറില്ല.
ഹേർട്ട് ബീറ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി 7 തൊട്ട് 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടെ കഴിയണം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ അൾട്രാസൗണ്ട് കഴിഞ്ഞ് ഒരു 7 തൊട്ട് 10 ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ അൾട്രാസൗണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ഹേർട്ട് ബീറ്റ് വന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഹേർട്ട് ബീറ്റ് വന്നു കഴിഞ്ഞാൽ IVFൽ നമ്മൾ അതിനെ ക്ലിനിക്കൽ പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. കാരണം IVFൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഔട്ട്കം എന്ന് പറയുന്നത് ക്ലിനിക്കൽ പ്രഗ്നൻസിയാണ്. ചിലപ്പോഴൊക്കെ ചില നല്ലതല്ലാത്ത കാര്യങ്ങളും നടക്കാറുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ അൾട്രാസൗണ്ടിൽ നമുക്ക് ഇംപ്ലാന്റ് ആയേക്കുന്ന പ്രഗ്നൻസി സൈസിൽ ചെറുതാണെന്ന് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം എത്രയും ഗ്രോ ചെയ്യണോ അത്രയും ഗ്രോ ആകുന്നില്ല എന്നാണ്. ചിലപ്പോൾ യോഗ് സാക്ക് കാണാറില്ല. അപ്പോൾ ചിലപ്പോൾ ഈ പ്രഗ്നൻസി മുന്നോട്ട് പോയിട്ട് അബോർഷൻ ആകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ ഡെസിഡ്യൂവൽ റിയാക്ഷൻ എന്ന് പറഞ്ഞത് അത് എത്ര സ്ട്രോങ് ആണോ വേണ്ടത് അത് അത്രയും കാണില്ല. ഇതെല്ലാം വീക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ അൺഹെൽത്തി പ്രഗ്നൻസിയെ ആണ് കാണിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യവും ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാനാണ് β-HCG ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ ആദ്യത്തെ അൾട്രാസൗണ്ട് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ അൾട്രാസൗണ്ട് ചെയ്താൽ മാത്രമേ പ്രഗ്നൻസിയെ പറ്റി കപ്പിൾസിന് ഏറ്റവും സത്യസന്ധമായ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രഗ്നൻസി IVF കഴിഞ്ഞിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ IVF ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട് സർക്കിളിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ IVF റിലേറ്റഡ് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ്